ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞു CPM ഇനി ഗർഭം ധരിക്കില്ല. CPM വന്ധ്യത ബാധിച്ചു കഴിഞ്ഞു. ചെങ്കൊടിയുടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ പിണറായി വിജയ, റിയാസെ, ഗോവിന്ദ, AK ബാല ആരിനി കാത്തിരിക്കണ്ട. ചെങ്കൊടിയുടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾക്ക് ആ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വന്ധ്യത ബാധിച്ചിരിക്കുന്നു. ഇനി ഗർഭം ഉണ്ടാവില്ല. UDFകാർക്ക് ഗർഭം ഉണ്ടാവട്ടെ, അവര് പ്രസവിക്കട്ടെ, എന്നിട്ട് അവർ ആ കുട്ടിയുടെ ജാതകം നോക്കട്ടെ. ഇതൊക്കെയാണ് ബാലൻ സഖാവ് ചെയ്യേണ്ടത്. അതിന് പകരം പരിഹസിക്കുകയാണ് ചെയ്യുക. ചില മരുന്നുകൾ പോലും ഗർഭധാരണത്തിന് ചില മരുന്നുകൾ പോലും പശ്ചിമ ബംഗാളില് പ്രയോഗിച്ചു നോക്കിയെന്നാ പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഒന്ന് ഗർഭം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പശ്ചിമ ബംഗാളിൽ ചില മരുന്നുകളൊക്കെ അവര് പരീക്ഷിച്ചു നോക്കി. അതായത് കോൺഗ്രസിന്റെ മരുന്നും കോൺഗ്രസുമായി ഒന്ന് എന്താ പറയാ, കോൺഗ്രസുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്കി എങ്കിലും ഗർഭം ഉണ്ടാവുക. അപ്പോഴും ഗർഭം ഉണ്ടായില്ല. ഇവിടെ ഗർഭം ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ മരുന്നാണെന്നറിയോ? ഈ മരുന്ന് ഏത് മരുന്ന്? SDPIയുടെ മരുന്നൊക്കെ ഇവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. SDPIയുടെ മരുന്ന് പ്രയോഗിച്ചാലൊന്നും കുട്ടി ഉണ്ടാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ ഏതായാലും ചില മരുന്നുകൾ പോലും ഗർഭധാരണത്തിന് പശ്ചിമ ബംഗാളിൽ പരീക്ഷിച്ച് നോക്കിയതാണ്. AK ബാലനെ പോലുള്ള പതിച്ചികൾക്ക് ഇത് സുവർണ അവസരമാണ്. AK ബാലനെ പോലുള്ള പതിച്ചികൾക്ക്, വയറ്റാട്ടിമാർക്ക് ഇത് സുവർണ കാലമാണ്. ഏതായാലും AK ബാലന് CPMന്റെ കാര്യം നോക്കണ്ട. CPMന് എന്തായാലും ഗർഭം ഉണ്ടാവില്ല. അപ്പൊ AK ബാലന് കോൺഗ്രസിന്റെ കൂടാരത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അവർക്ക് എപ്പോഴാണ് ഗർഭം ഉണ്ടാകുന്നത്, എപ്പോഴാണ് പ്രസവിക്കാൻ പോകുന്നത്. അപ്പൊ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പോകാം? AK ബാലന് പോകാം. AK ബാലൻ എന്ന് പറയുന്ന പതിച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏതായാലും CPMമാർക്ക് അപ്പം ഗോവിന്ദനും പാർട്ടിയും കല്യാണം നടത്തിക്കാൻ വേണ്ടി കല്യാണ ബ്രോക്കർമാരാണ് ഈ പാർട്ടി സെക്രട്ടറി. കാരണം വേടന്റെ കല്യാണം നടത്തി കൊടുത്തു, ഈ കുംഭമേള പെൺകുട്ടിയുടെ കല്യാണവും നടത്തി കൊടുത്തു, ഗർഭം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അത് സെറ്റായി. ഇവിടെ ബാലന്റെ പണി ഇപ്പം എന്താ പറയാ, ഈ വയറ്റാട്ടികളുടെ പണിയാണ്. ഗർഭം പ്രസവിപ്പിക്കുന്ന പണിയാണ്. ഗർഭം ഉണ്ടാക്കല്, ഗർഭം പ്രസവിപ്പിക്കല് തുടങ്ങിയ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇനി ഏതായാലും CPMമാര് ഒന്നുകൂടി ബാലന്റെ ഈ വർക്ക്ഷോപ്പിലും ഗോവിന്ദന്റെ വർക്ക്ഷോപ്പിലും ഒക്കെ കുറച്ച് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. ഈ 4-ാം തീയതിക്ക് ശേഷം ആവശ്യം വരും. 4-ാം തീയതിക്ക് ശേഷം ഗോവിന്ദന്റെ വീട്ടിന്റെ മുന്നിൽ ക്യൂ ആയിരിക്കും സഖാക്കളുടെ. എങ്ങനെയാണ് കല്യാണ ബ്രോക്കറായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുക. ബാലന്റെ വീട്ടിലും നല്ല ക്യൂ ആയിരിക്കും. എങ്ങനെയാണ് പേരെടുക്കുക. അങ്ങനെ പേരെടുക്കൽ ബാലൻ, മറ്റേ തീവ്രതളക്കൽ ബാലൻ, ഇനി തീവ്രതളക്കലൊക്കെ മൂപ്പര് നിർത്തി. ഇപ്പം പേരെടുക്കൽ ബാലൻ, മറ്റേത് എന്താണ്, കല്യാണ ബ്രോക്കർ ഗോവിന്ദൻ. അങ്ങനെ നടക്കട്ടെ. CPMമാർക്ക് എന്തെങ്കിലുമൊക്കെ, CPMമാർക്കും ജീവിച്ചു പോകണല്ലോ അല്ലേ? പാവങ്ങൾ ജീവിച്ചു പോട്ടെ. UDF അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകള്, അത് സംബന്ധിച്ചുള്ള വിവാദങ്ങള് ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊഴുത്ത് മുന്നേറുകയാണ് കേട്ടോ. ഏറ്റവും അവസാനം VD സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് സ്വാഗതം എന്നുള്ള രീതിയിൽ വലിയ ബോർഡുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു. KC വേണുഗോപാൽ അതേസമയം തന്നെ KC വേണുഗോപാലിന് താല്പര്യമുള്ള അല്ലെങ്കിൽ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന നേതാക്കന്മാര് KC വേണുഗോപാലിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തല അതിന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തലയുടെ ചില പ്രവർത്തനങ്ങൾ, അങ്ങനെ ഈ 3 പേരും, തൽക്കാലം 3 പേരേ ഉള്ളൂ, രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും. അപ്പൊ ഇതില് ആര് മുഖ്യമന്ത്രി എന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു മിക്കവാറും KC വേണുഗോപാലിനായിരിക്കും സാധ്യത. കാരണം ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഭൂരിപക്ഷം MLA-മാർ ആരെ പിന്തുണയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഒക്കെ ശരി തന്നെ, ഹൈക്കമാൻഡിന്റെ തീരുമാനം. പക്ഷേ ഒരു പരിധിവരെ ലീഗിന്റെ ഒരു അഭിപ്രായം കൂടി തേടും. ഈ MLA-മാർ, ബഹുഭൂരിപക്ഷം MLA-മാർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് നോക്കും. സാമുദായിക, എന്തായാലും സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി, പ്രമുഖ സാമുദായിക നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. എല്ലാവരുടെയും ഒക്കെ ഒരു താല്പര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്തായാലും പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അത് KC വേണുഗോപാലനാവാനാണ് കൂടുതൽ സാധ്യത. അതല്ലെങ്കിൽ ഒരു പക്ഷേ VD സതീശനെ തന്നെ, അല്ലെങ്കിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും രണ്ട്
ഘട്ടങ്ങൾ, 2 ഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഭാഗം 2.5 വർഷം വി ഡി സതീശനും അത് കഴിഞ്ഞിട്ടുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും എന്നുള്ള രീതിയിലായിരിക്കും പോവുക. അതല്ലെങ്കിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉപമുഖ്യമന്ത്രിമാരും എന്നുള്ള രീതിയിലേക്ക് വരുമോ? അങ്ങനെ സാധ്യതകൾ ഒരുപാടാണ് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ പറയുക, ഇന്ന് നമ്മളെ എ കെ ബാലന്റെ പ്രസ്താവന എന്താണെന്നറിയോ? ഗർഭമുണ്ടാവും മുമ്പേ കുട്ടിയുടെ ജാതകം നോക്കുന്നു. എ കെ ബാലൻ പറയാണ്, ഗർഭം ഉണ്ടാകും മുമ്പേ കുട്ടിയുടെ ജാതകം നോക്കുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ പരിഹാസവുമായി എ കെ ബാലൻ. ഏഷ്യാനെറ്റിന്റെ ഓൺലൈനിലുള്ള ഒരു വാർത്തയാണ്, പാലക്കാട് നിന്നാണ് സംഭവം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ പരിഹാസവുമായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. ഗർഭമുണ്ടാവും മുമ്പേ കുട്ടിയുടെ ജാതകം നോക്കുന്നു എന്നും ഇത് കോൺഗ്രസിന്റെ ആഭാസത്തരമാണ് എന്നും എ കെ ബാലൻ പറഞ്ഞു. ചെന്നിത്തലയെയും വി ഡി സതീശനെയും പരസ്പരം അടിപ്പിക്കുന്ന നിലപാടാണ് KC-യുടേത്. ഗർഭമുണ്ടാവും മുമ്പേ കുട്ടിയുടെ ജാതകം നോക്കുകയാണ് എന്നും ഇത് കോൺഗ്രസിന്റെ ആഭാസത്തരമാണ് എന്നും എ കെ ബാലൻ പറഞ്ഞു. അപ്പൊ ഗർഭം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ ജാതകം നോക്കുകയാണ് എന്നാണ് ബാലൻ പറയുന്നത്. അപ്പം ബാലൻ അറിയാം എന്തായാലും ഗർഭമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ബാലൻ സംശയമൊന്നുമില്ല. ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ പ്രസവിക്കും. ആരാന്റെ ഗർഭം നോക്കി നടക്കുന്നവരാണല്ലോ CPM. പ്രത്യേകിച്ച് ബാലൻ ഇപ്പം ഗർഭകഥ പറഞ്ഞ സ്ഥിതിക്ക് 2 പേരിപ്പം ഞെട്ടുന്നുണ്ടാവും കേട്ടോ. ഈ ഗർഭത്തിന്റെ കഥ പറഞ്ഞപ്പോൾ ഞെട്ടുന്ന 3 പേരാരൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ കെ ബാലൻ ഗർഭം എന്ന് പറയുമ്പോ ഞെട്ടുന്ന 3 CPM-ന്റെ നേതാക്കന്മാരുണ്ട്. 1 വി ശിവൻകുട്ടി, 2 അപ്പം ഗോവിന്ദൻ, 3 നമ്മുടെ AA റഹീം. ഈ 3 പേരും ഞെട്ടും. കാരണം എന്താണെന്ന് അറിയോ? ഈ 3 പേരും കൂടിയും ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ, അവളുടെ ഇരട്ടി പ്രായമുള്ള ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട്, ഒരു ഹൈന്ദവ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ, കുംഭമേളയിലെ വൈറൽ താരമായ ആ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്ന് ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നു. അതിനവർ ഈ പെൺകുട്ടിയെ പ്രസവിച്ച അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിലെ ജനന സർട്ടിഫിക്കറ്റ്, അവിടെ നിന്ന് കൊടുത്ത ജനന സർട്ടിഫിക്കറ്റുമായിട്ട് ഈ കുടുംബം ദേശീയ പട്ടികവർഗ കമ്മീഷനെ സമീപിക്കുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അത് മനസ്സിലാക്കി ഇത് പോക്സോ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറയുന്നു. പോലീസ് പോക്സോ കേസ് എടുക്കുന്നു. ആർക്കെതിരെ? ഈ പറയുന്ന ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചതാണ്. ആരാ കല്യാണം കഴിപ്പിച്ചത്? CPM-ന്റെ നേതാക്കന്മാർ. എന്തിനു വേണ്ടിയിട്ട് കല്യാണം കഴിപ്പിച്ചു? കാരണം ഇതൊരു ഹൈന്ദവ പെൺകുട്ടിയാണ്. ഹൈന്ദവ പെൺകുട്ടിയെ ഒരു മുസ്ലിമിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇവർക്ക് നവോത്ഥാനം പൂത്തുവിടരും എന്ന് ഇവർ കരുതി. നവോത്ഥാനം പൂത്തുവിടരും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മുസ്ലിം വോട്ടുകൾ കിട്ടും. ഞങ്ങൾ മുസ്ലിങ്ങളുടെ പക്ഷത്താണ്. ഒരു മുസ്ലിം യുവാവിന് ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ കെട്ടിച്ചു കൊടുക്കുന്നു. അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒന്നും സമ്മതം വാങ്ങാതെ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നു. ഇതാണ് ആര് ചെയ്തത്? നമ്മുടെ വി ശിവൻകുട്ടിയും, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും, അങ്ങനെ തന്നെ പറയാം, രാജ്യസഭ MP AA റഹീമും, പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂടി ചെയ്ത പാതകം, കൊടും ക്രൂരത. അപ്പോഴാണ് നാട്ടുകാരൊക്കെ ചോദിക്കുന്നത്, വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മധ്യപ്രദേശിലുള്ള ഒരു പെൺകുട്ടിയെ, അതായത് ഇവിടുത്തെ നമ്മുടെ കേരളത്തില് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന, +2-ന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടി ഇവിടെ എത്തിയപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ഒരു മുസ്ലിം യുവാവ് പറഞ്ഞപ്പോൾ അവളുടെ ഇരട്ടിയിലേറെ പ്രായമുള്ള ഒരു മുസ്ലിം യുവാവ് പറയാണ്, ഈ പെൺകുട്ടിയുമായി ഞാൻ പരിചയത്തിലാണ്, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതും അതാ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം രാവിലെ പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ +2 പെൺകുട്ടികളൊക്കെ ഇവരെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന പ്രണയ വഞ്ചനകളിലൊക്കെ ഉൾപ്പെട്ട് ആരെങ്കിലൊക്കെ ഇവരെ കല്യാണം കഴിക്കണം പറഞ്ഞാൽ ശിവൻകുട്ടി അണ്ണൻ പോയി കണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോഴാണ് മധ്യപ്രദേശിൽ നിന്ന് പോലീസ് എത്തി ഫർമാൻ ഖാൻ അറസ്റ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഹൈക്കോടതി വളരെ ഉദാരമായി അടുത്ത 20ാം തീയതി വരെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. അടുത്ത 20ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞു. എങ്കിൽ ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മധ്യപ്രദേശ് പോലീസുകാർ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം പെൺകുട്ടിയെ കാണാനില്ല. പെൺകുട്ടിയെ ഈ പറഞ്ഞ സഖാക്കളൊക്കെ ഒളിപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സഖാക്കന്മാരും ഈ ജിഹാദികളും കൂടിയിട്ടാണ് പെൺകുട്ടിയെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, പെൺകുട്ടി ഗർഭിണിയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് പെൺകുട്ടി
ഗർഭിണിയാണ് എന്ന് ആരാ പറയുന്നത്? ഈ കല്യാണം കഴിച്ച ഫർമാൻ ഖാൻ തന്നെ പറയാണ്, പോലീസിനോട് പറയാണ് പെൺകുട്ടി ഗർഭിണിയാണ്, അതുകൊണ്ട് പെൺകുട്ടിയെ തൽക്കാലം മൊഴിയെടുക്കാൻ സമ്മതിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ പെട്ടത് നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയാണ് പെട്ടത്. കാരണം പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് പ്രായം തികഞ്ഞു എന്നുള്ള കാര്യം എന്ന് വരുത്തി തീർത്ത് കല്യാണം നടത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് പോക്സോ കേസാണ്. അതായത് ശൈശവ വിവാഹമാണ്, ബാല്യവിവാഹമാണ്. അതിനൊക്കെ സാക്ഷ്യം വഹിച്ച, അതിനൊക്കെ എന്താ പറയാ ജയ് വിളിച്ച, അതിനൊക്കെ ഇവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഉപഹാരങ്ങളൊക്കെ നൽകി ഈ കല്യാണം നടത്തി കൊടുത്ത ഇവരും കൂട്ടുപ്രതികളാവും. ആ രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പം AK ബാലൻ പ്രസവം അല്ലെങ്കിൽ ഗർഭം എന്നൊക്കെ പറയുമ്പോൾ, ഗർഭം എന്ന് പറയുമ്പോൾ ആദ്യം ഞെട്ടുന്നവരാണ്, അവരെ ഞെട്ടട്ടെ. അപ്പൊ ഏതായാലും ബാലൻ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് എന്താണ്, ഗർഭം ധരിക്കും മുമ്പ് തന്നെ അവരിതാ കുട്ടിക്ക് പേരിടാൻ വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെയല്ല പറഞ്ഞത് അല്ലെ? ഗർഭം ഉണ്ടാവും മുമ്പേ കുട്ടിയുടെ പേരിടലല്ല, ജാതകം, കുട്ടിയുടെ ജാതകം നോക്കുന്നു, അങ്ങനെയാണ് ബാലൻ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും രസകരമായി നമ്മുടെ ജി ശക്തിധരൻ, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും നേരത്തെ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററും ഒക്കെ ആയിരുന്ന ജി ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടോ. ശക്തിധരൻ പറയുന്നത് എന്താണെന്നറിയോ? പ്രസവം നിലച്ച LDF എന്തിന് വയറ്റാട്ടി എന്നാണ് ചോദിക്കുന്നത്. പ്രസവം നിലച്ച LDF എന്തിന് വയറ്റാട്ടി എന്നാണ് തലക്കെട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ശക്തിധരൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും രസകരമായ കുറഞ്ഞ വാചകങ്ങൾ, ഇത് വലിയ പോസ്റ്റ് ഒന്നല്ല, ചെറിയ ഒരു 6-7 വാചകങ്ങൾ മാത്രമുള്ള ഒരു പോസ്റ്റാണ്. ഇതിന്റെ തലക്കെട്ട് തന്നെ കിടുക്കൻ തലക്കെട്ടാണ് അല്ലെ? എന്താണ്? പ്രസവം നിലച്ച LDF പ്രസവം നിലച്ചു. പശ്ചിമ ബംഗാളില് എന്നോ പ്രസവം നിലച്ചു, ത്രിപുരയില് എന്നോ പ്രസവം നിലച്ചു. ഇവിടുത്തെ പ്രസവവും നിലച്ചിരിക്കുന്നു. പ്രസവം നിലച്ചതാണ്. കോൺഗ്രസിന് ഗർഭം ഉണ്ടാവും എന്ന് ബാലൻ തന്നെ പറയുന്നു. ഏതായാലും ഗർഭം ഉണ്ടാവട്ടെ എന്നാ പറയുന്നത്. ഇവിടെയാണെങ്കിലോ ഈ CPM ഗർഭം ഉണ്ടാവില്ലാന്നേ. CPM ഗർഭം ഉണ്ടാവില്ല, നിന്നുപോയതാണ്, പ്രസവം നിന്നുപോയതാണ്. പിന്നെ അങ്ങനെ ഒരു വയറ്റാട്ടിന്റെ കാര്യമില്ലല്ലോ, ഒരു വയറ്റാട്ടിന്റെ കാര്യമില്ല. അപ്പൊ ഈ വയറ്റാട്ടിയാണ് ബാലൻ. അപ്പൊ ബാലൻ വയറ്റാട്ടി പറയാണ്, കോൺഗ്രസ്സുകാരോട് പറയാണ്, അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഗർഭം ഉണ്ടായി പ്രസവിക്കട്ടെ, എന്നിട്ട് ജാതകം നോക്കാം. മൂപ്പരെ സ്വന്തം പാർട്ടിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, മൂപ്പരെ സ്വന്തം പാർട്ടിക്ക് ഗർഭം നിന്നതാണ്. ഗർഭം ഉണ്ടാവില്ല, എന്തായാലും ഗർഭം ഉണ്ടാവില്ല. അപ്പം പിന്നെ ബാലൻ വയറ്റാട്ടിന്റെ കാര്യമില്ല. അപ്പൊ ഏതായാലും ശക്തിധരന്റെ പോസ്റ്റാണ്, പ്രസവം നിലച്ച LDF എന്തിന് വയറ്റാട്ടി? ഗർഭം ഉണ്ടാവും മുമ്പേ കുട്ടിയുടെ ജാതകം നോക്കുന്നു എന്നാണ് AK ബാലൻ UDF പരിഹസിക്കുന്നത്. ശരിയാണ്, ബാലന് അത്ര ബുദ്ധിയേ ഉള്ളൂ. ശരിയാണ്, നമ്മുടെ AK ബാലന്റെ ബുദ്ധി നമുക്ക് എല്ലാവർക്കും അറിയാലോ, അത്ര ബുദ്ധിയേ ഉള്ളൂ. വന്ധ്യത ബാധിച്ച പാർട്ടിയാണ് CPM. വന്ധ്യത ബാധിച്ച പാർട്ടിയാണ് സഖാക്കളെ കേക്ക്, വന്ധ്യത ബാധിച്ച പാർട്ടിയാണ് CPM. കേരളവും അങ്ങോട്ടാണ് പോകുന്നത് എന്ന് മാർക്സിസ്റ്റ് പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നതാണ്. CPM അത് മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ ചെങ്കൊടിയുടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിയാത്തത്. പശ്ചിമ ബംഗാളില് ചെങ്കൊടിയുടെ ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ ഇതുവരെ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എന്താ പറയാ, ഗർഭം ധരിക്കില്ല. CPM ഗർഭം ധരിക്കില്ല. വന്ധ്യത ബാധിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ പശ്ചിമ ബംഗാളിൽ ഒരു ചെങ്കൊടിയുടെ കുഞ്ഞിക്കാല് പോലും കാണാൻ ഇനി സാധ്യതയില്ല. ത്രിപുരയിലും ഇനി സാധ്യതയില്ല. കേരളത്തിലും സാധ്യതയില്ല. പക്ഷേ പഴി UDF എന്ത് പിഴച്ചു UDF? അതായത് ഇവർക്ക് CPM വന്ധ്യത ബാധിച്ച CPM അങ്ങേപ്പുറത്ത് UDF കുറ്റപ്പെടുത്തുകയാണ്. UDF ഗർഭം ധരിച്ചില്ല, UDF ഗർഭമായില്ല, പിന്നെ എന്തിനാണ് ജാതകം നോക്കുന്നത്? ഇവിടെയാണെങ്കിൽ ഇവിടെ വന്ധ്യതയാണ്. ഇവിടെ ഇനി പഠിച്ച പണി 18 നോക്കിയാലും ഇവിടെ ഗർഭം ധരിക്കില്ല. കാരണം അങ്ങനെയാണ്. വന്ധ്യതയെ മറികടക്കാൻ തുടർച്ചയായി ശ്രമിച്ചിട്ടും ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് ഡോക്ടർമാർ പ്രവചിച്ചത് കണ്ട് അമ്പരന്നിരിക്കുകയാണ് CPM. ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞു CPM ഗർഭം ധരിക്കില്ല. ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞു CPM ഗർഭം ധരിക്കില്ല. CPM വന്ധ്യത ബാധിച്ചു കഴിഞ്ഞു. ചെങ്കൊടിയുടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ പിണറായി വിജയ, റിയാസെ, ഗോവിന്ദ, AK ബാല ആരിനി കാത്തിരിക്കണ്ട. ചെങ്കൊടിയുടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾക്ക് ആ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വന്ധ്യത ബാധിച്ചിരിക്കുന്നു. ഇനി ഗർഭം ഉണ്ടാവില്ല. UDFകാർക്ക് ഗർഭം ഉണ്ടാവട്ടെ, അവര് പ്രസവിക്കട്ടെ, എന്നിട്ട് അവർ ആ കുട്ടിയുടെ ജാതകം നോക്കട്ടെ. ഇതൊക്കെയാണ് ബാലൻ സഖാവ് ചെയ്യേണ്ടത്. അതിന് പകരം പരിഹസിക്കുകയാണ് ചെയ്യുക. ചില മരുന്നുകൾ പോലും ഗർഭധാരണത്തിന്
ചില മരുന്നുകൾ പോലും പശ്ചിമ ബംഗാളില് പ്രയോഗിച്ചു നോക്കി എന്നാ പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഒന്ന് ഗർഭം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പശ്ചിമ ബംഗാളിൽ ചില മരുന്നുകളൊക്കെ അവര് പരീക്ഷിച്ചു നോക്കി. അതായത് കോൺഗ്രസിന്റെ മരുന്നും കോൺഗ്രസുമായി ഒന്ന് എന്താ പറയാ, കോൺഗ്രസുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്കി എങ്കിലും ഗർഭം ഉണ്ടാവുക. അപ്പോഴും ഗർഭം ഉണ്ടായില്ല. ഇവിടെ ഗർഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ കൂടിയാണ്, ഏതൊക്കെ മരുന്നാണെന്നറിയോ? ഈ മരുന്ന് ഏത് മരുന്ന്? SDPI മരുന്നൊക്കെ ഇവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. SDPI മരുന്ന് പ്രയോഗിച്ചാലൊന്നും കുട്ടി ഉണ്ടാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ ഏതായാലും ചില മരുന്നുകൾ പോലും ഗർഭധാരണത്തിന് പശ്ചിമ ബംഗാളിൽ പരീക്ഷിച്ചു നോക്കിയതാണ്. AK ബാലനെ പോലുള്ള പതിച്ചികൾക്ക് ഇത് സുവർണ അവസരമാണ്. AK ബാലനെ പോലുള്ള പതിച്ചികൾക്ക്, വയറ്റാട്ടിമാർക്ക് ഇത് സുവർണ കാലമാണ്. ഏതായാലും AK ബാലന് CPM കാര്യം നോക്കണ്ട. CPM എന്തായാലും ഗർഭം ഉണ്ടാവില്ല. അപ്പൊ AK ബാലന് കോൺഗ്രസിന്റെ കൂടാരത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അവർക്ക് എപ്പോഴാണ് ഗർഭം ഉണ്ടാകുന്നത്, എപ്പോഴാണ് പ്രസവിക്കാൻ പോകുന്നത്. അപ്പൊ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പോകാം? AK ബാലന് പോകാം. അപ്പോ AK ബാലൻ എന്ന് പറയുന്ന വയറ്റാട്ടിക്ക്, AK ബാലൻ എന്ന് പറയുന്ന പതിച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏതായാലും CPMമാർക്ക് അപ്പം ഗോവിന്ദനും പാർട്ടിയും കല്യാണം നടത്തിക്കാൻ വേണ്ടി കല്യാണ ബ്രോക്കർമാരാണ് ഈ പാർട്ടി സെക്രട്ടറി. കാരണം വേടന്റെ കല്യാണം നടത്തി കൊടുത്തു, ഈ കുംഭമേള പെൺകുട്ടിയുടെ കല്യാണവും നടത്തി കൊടുത്തു, ഗർഭം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അത് സെറ്റായി. ഇവിടെ ബാലന്റെ പണി ഇപ്പം എന്താ പറയാ, ഈ വയറ്റാട്ടികളുടെ പണിയാണ്, ഗർഭം പ്രസവിപ്പിക്കുന്ന പണിയാണ്. അപ്പോൾ ആ രീതിയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇമ്മാതിരിയുള്ള ഗർഭം ഉണ്ടാക്കല്, ഗർഭം പ്രസവിപ്പിക്കല് തുടങ്ങിയ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇനി ഏതായാലും CPMമാര് ഒന്നുകൂടി ബാലന്റെ ഈ വർക്ക്ഷോപ്പിലും ഗോവിന്ദന്റെ വർക്ക്ഷോപ്പിലും ഒക്കെ കുറച്ച് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. ഈ 4-ാം തീയതിക്ക് ശേഷം ആവശ്യം വരും. 4-ാം തീയതിക്ക് ശേഷം ഗോവിന്ദന്റെ വീട്ടിന്റെ മുന്നിൽ ക്യൂ ആയിരിക്കും സഖാക്കളുടെ. എങ്ങനെയാണ് കല്യാണ ബ്രോക്കറായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുക. ബാലന്റെ വീട്ടിലും നല്ല ക്യൂ ആയിരിക്കും. എങ്ങനെയാണ് പേരെടുക്കുക. അങ്ങനെ പേരെടുക്കൽ ബാലൻ, തീവ്രതളക്കൽ ബാലൻ, ഇനി തീവ്രതളക്കലൊക്കെ മൂപ്പര് നിർത്തി. ഇപ്പം പേരെടുക്കൽ ബാലൻ, മറ്റേത് എന്താണ്, കല്യാണ ബ്രോക്കർ ഗോവിന്ദൻ. അങ്ങനെ നടക്കട്ടെ. CPMമാർക്ക് എന്തെങ്കിലുമൊക്കെ, CPMമാർക്കും ജീവിച്ചു പോകണല്ലോ അല്ലേ? പാവങ്ങൾ ജീവിച്ചു പോട്ടെ. കല്യാണ ബ്രോക്കർമാരായിട്ടും പിന്നെ പെറിപ്പിക്കുന്നവരായിട്ടൊക്കെ അവരുടെ ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ.